ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രിയങ്ക ഗാന്ധിയിലൂടെ വയനാട് ലോക്സഭാ സീറ്റ് നിലനിർത്തി യുഡിഎഫ്. ചേലക്കരയിൽ നിന്ന് എൽഡിഎഫിന്റെ UR പ്രദീപും പാലക്കാട്ട് നിന്ന് യുഡിഎഫിന്റെ രാഹുൽ മാങ്കൂട്ടത്തിലും കേരള നിയമസഭയിലേക്ക്. മഹാരാഷ്ട്രയിൽ ബിജെപി നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം അധികാരത്തിലേക്ക്. ജാർഖണ്ഡിൽ INDA സഖ്യത്തിന് ഭൂരിപക്ഷം. JMM ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉത്തർപ്രദേശിൽ 9-ൽ 6-ലും രാജസ്ഥാനിൽ 7-ൽ 5-ലും ബിജെപി. പശ്ചിമബംഗാളിൽ 6-ഉം ജയിച്ച് TMC. പഞ്ചാബിൽ 4-ൽ 3-ഉം AAPക്ക്. കർണാടകയിൽ 3 സീറ്റിലും കോൺഗ്രസിന് ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. ഓസ്ട്രേലിയയ്ക്കെതിരെ പെർത്തിൽ നടക്കുന്ന ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ മികച്ച ലീഡിലേക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാട് നിയമസഭാ സീറ്റും നിലനിർത്തി യുഡിഎഫ്. ചേലക്കര നിയമസഭാ സീറ്റ് എൽഡിഎഫും നിലനിർത്തി. വയനാട്ടിൽ 4,11,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. എൽഡിഎഫിന്റെ സത്യൻ മൊഗേരിയെയാണ് പ്രിയങ്ക പരാജയപ്പെടുത്തിയത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട്ട് യുഡിഎഫിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,840 വോട്ടിന് ജയിച്ചു. എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെയാണ് രാഹുൽ തോൽപ്പിച്ചത്. ചേലക്കരയിൽ എൽഡിഎഫിന്റെ UR പ്രദീപ് 12,201 വോട്ടിന് യുഡിഎഫിന്റെ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി. പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകുമെന്നും രാഹുലിന്റെ പിൻഗാമിയായി വയനാടിനെ പ്രതിനിധാനം ചെയ്യുമെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. For giving me the honor to represent them, for giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. It's a testament to the fact that my brother worked hard there and their love for him and their trust in me. So I feel it's a great honor and I will respect it fully. I just was happy getting the love of the people. വയനാട്ടിലും പാലക്കാടും മികച്ച വിജയം നേടാനായത് യുഡിഎഫിലെയും കോൺഗ്രസിലെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒത്തൊരുമയുടെ വിജയമാണിതെന്ന് പാലക്കാട്ടെ യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രകടമായില്ലെന്നും 3ാം ഭരണത്തിലേക്ക് എൽഡിഎഫ് പോകുമെന്നതിന്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചതിന്റെ തെളിവാണ് ചേലക്കരയിലെ വിജയമെന്ന് UR പ്രദീപ് പറഞ്ഞു. കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റവും സൃഷ്ടിക്കാൻ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് കഴിയില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പാലക്കാട് വോട്ട് ശതമാനത്തിലുണ്ടായ കുറവിന്റെ കാരണം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ 223 സീറ്റിൽ ലീഡ് നേടി BJP ഉൾപ്പെട്ട മഹായുതി സഖ്യം അധികാരം നിലനിർത്തി. ജാർഖണ്ഡിൽ 56 സീറ്റിൽ ലീഡ് കരസ്ഥമാക്കി INDA സഖ്യവും അധികാരമുറപ്പിച്ചു. ഇരു സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലാണ്. മഹാരാഷ്ട്രയിൽ ഫലം പുറത്തുവന്ന 212 സീറ്റുകളിൽ BJP 92ഇടത്തും NCP 34ഇടത്തും വിജയിച്ചു. ശിവസേന SHS വിഭാഗം 43 സീറ്റും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 17 സീറ്റും നേടി. കോൺഗ്രസിന് 10 സീറ്റ് ലഭിച്ചു. ജാർഖണ്ഡിൽ ഫലം പുറത്തുവന്ന 66 സീറ്റിൽ JMM 28ഇടത്തും BJP 17ഇടത്തും ജയിച്ചു. കോൺഗ്രസ് 12 സീറ്റ് നേടി. മഹാരാഷ്ട്രയിലെ മുന്നേറ്റത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് പ്രധാനമന്ത്രിയുടെ അർപ്പണബോധവും ഇച്ഛാശക്തിയുമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്തുടനീളം നടപ്പിലാക്കിയ ക്ഷേമ വികസന പദ്ധതികൾ മഹാരാഷ്ട്രയെ ഉയർച്ചയിലേക്ക് നയിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. मुझे लगता है कि महाराष्ट्र की जनता का तो जहां धन्यवाद करना ही है, लेकिन इसका श्रेय सर्वाधिक प्रधानमंत्री मोदी जी को जाता है. जिस प्रकार की जनहित की योजनाएं, विकास की योजनाएं देश भर में लाई गई और महाराष्ट्र को पुनः उसके सम्मानजनक स्थान पर पहुंचाया गया, वो मोदी जी की निष्ठा और उनकी इच्छा शक्ति का परिणाम है. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് ചരിത്രജയം സമ്മാനിച്ചതിന് സംസ്ഥാനത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനവും സദ്ഭരണവുമാണ് മഹാരാഷ്ട്രയിൽ വിജയിച്ചതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഝാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ INDA സഖ്യത്തിന് മികച്ച വിജയം നേടാൻ കഴിഞ്ഞതിൽ ജനങ്ങളോട് സന്തോഷമറിയിച്ച് JMM നേതാവ് ഹേമന്ത് സൊറേൻ.
കന്നി വോട്ടർമാർക്കും ജനാധിപത്യത്തിന്റെ ശക്തി ജനങ്ങളിൽ എത്തിച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. नौजवानों ने जिन्होंने पहली बार अपना मत डाला, उन लोगों ने भी इस लोकतंत्र को मजबूत करने में अपनी भूमिका निभाई और इस प्रतिस्पर्धा में जितने भी लोग चुनावी मैदान में थे, उन सभी को भी मैं बहुत बहुत आभार प्रकट करता हूं, जिन्होंने लोकतंत्र की ताकत को जन जन तक पहुंचाने का प्रयास किया. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ബിജെപിയും 2 സമാജ്വാദി പാർട്ടിയും 1 രാഷ്ട്രീയ ലോക്ദളും വിജയിച്ചു. 7 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിൽ 5 ബിജെപിയും 1 കോൺഗ്രസും 1 ഭാരത് ആദിവാസി പാർട്ടിയും വിജയിച്ചു. പശ്ചിമബംഗാളിൽ 6 മണ്ഡലങ്ങളും തൃണമൂൽ കോൺഗ്രസിന്, അസമിലെ 5ൽ 2 ബിജെപി ജയിച്ചപ്പോൾ അസം ഗണപരിഷത്തും യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറലും ഓരോ സീറ്റ് നേടി. 1 ബിജെപി മുന്നിലാണ്. ബീഹാറിലെ 4ൽ ബിജെപി 2ഉം ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയും ജെഡിയുവും ഓരോ സീറ്റും നേടി. പഞ്ചാബിലെ 4 മണ്ഡലങ്ങളിൽ 3 ആം ആദ്മി പാർട്ടിയും 1 കോൺഗ്രസും ജയിച്ചു. കർണാടകയിലെ 3 മണ്ഡലങ്ങളും കോൺഗ്രസ് നേടി. ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും ഛത്തീസ്ഗഡിലും ബിജെപിക്ക് ജയം. മധ്യപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 മണ്ഡലങ്ങളിൽ ബിജെപിയും കോൺഗ്രസും ഓരോ സീറ്റ് വീതം നേടി. മേഘാലയയിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്ക് ജയം. സിക്കിമിലെ 2 നിയമസഭാ സീറ്റിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ച എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 116-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് കേൾക്കാം. ഇന്ത്യയെ അറിയൂ പ്രശ്നോത്തരിയിൽ മറ്റു രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹം ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിലൂടെ ലോകമൊട്ടാകെയുള്ള ഇന്ത്യൻ സമൂഹത്തിന് രാജ്യവുമായുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെയും ഊർജ്ജസ്വലമായ സംസ്കാരത്തെയും വീണ്ടും അറിയാനുള്ള അവസരമാണിതെന്നും ശ്രീ മോദി പറഞ്ഞു. സഹകരണ മേഖലയിലൂടെ കോടിക്കണക്കിന് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ. ന്യൂഡൽഹിയിൽ ദേശീയ സഹകരണ വികസന കോർപ്പറേഷന്റെ 91ാം ജനറൽ കൌൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കാനാണ് യോഗം. ബോർഡർ ഗാവസ്കർ ട്രോഫിക്കായി ഓസ്ട്രേലിയയ്ക്കെതിരെ പെർത്തിൽ നടക്കുന്ന ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യയ്ക്ക് 218 റൺസിന്റെ മികച്ച ലീഡ്. 2ാം ഇന്നിംഗ്സിൽ വിക്കറ്റ് നഷ്ടമാകാതെ ഇന്ത്യ 172 റൺസ് നേടി. ഇന്ത്യയുടെ 150 റൺസിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 104 റൺസിന് പുറത്തായിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ 5 വിക്കറ്റ് നേടി. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതോടെയാണ് മഴയ്ക്ക് സാഹചര്യമൊരുങ്ങുന്നത്. ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വായു ഗുണനിലവാരം ഉച്ചയോടെ വളരെ മോശം അവസ്ഥയിലെത്തിയതായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്. സൂചികയിൽ 423 വായു ഗുണനിലവാരത്തിന്റെ അളവ്. അടുത്ത 2 ദിവസങ്ങളിൽ ഡൽഹിയിൽ രാത്രിയിലും പകലും പുകമഞ്ഞും മൂടൽമഞ്ഞും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ശ്രീകാകുളം റോഡിനും കൊല്ലത്തിനുമിടയിൽ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം കൊല്ലം സ്പെഷ്യൽ സർവീസ് നീട്ടിയതായും റെയിൽവേ അറിയിച്ചു. ശ്രീകാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് ഡിസംബർ 1 മുതൽ ജനുവരി 26 വരെ എല്ലാ ഞായറാഴ്ചയും, തിരികെ കൊല്ലത്ത് നിന്ന് ഡിസംബർ 2 മുതൽ ജനുവരി 27 വരെ എല്ലാ തിങ്കളാഴ്ചയും ട്രെയിൻ സർവീസ് നടത്തും. വിശാഖപട്ടണം കൊല്ലം സ്പെഷ്യൽ ട്രെയിൻ ഡിസംബർ 4 മുതൽ ഫെബ്രുവരി 26 വരെ വിശാഖപട്ടണത്ത് നിന്നും എല്ലാ ബുധനാഴ്ചയും, തിരികെയുള്ള ട്രെയിൻ കൊല്ലത്ത് നിന്ന് ഡിസംബർ 5 മുതൽ എല്ലാ വ്യാഴാഴ്ചയും സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രിയങ്ക ഗാന്ധിയിലൂടെ വയനാട് ലോക്സഭാ സീറ്റ് നിലനിർത്തി UDF. ചേലക്കരയിൽ നിന്ന് LDFന്റെ UR പ്രദീപും പാലക്കാട്ട് നിന്ന് UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിലും കേരള നിയമസഭയിലേക്ക്. മഹാരാഷ്ട്രയിൽ BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം അധികാരത്തിലേക്ക്. ഝാർഖണ്ഡിൽ INDA സഖ്യത്തിന് ഭൂരിപക്ഷം. JMM ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉത്തർപ്രദേശിൽ 9ൽ 6ലും രാജസ്ഥാനിൽ 7ൽ 5ലും BJP. പശ്ചിമബംഗാളിൽ 6ഉം ജയിച്ച് TMC. പഞ്ചാബിൽ 4ൽ 3ഉം AAPക്ക്. കർണാടകയിൽ 3 സീറ്റിലും കോൺഗ്രസിന് ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. ഓസ്ട്രേലിയയ്ക്കെതിരെ പെർത്തിൽ നടക്കുന്ന ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ മികച്ച ലീഡിലേക്ക്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.